ബാ സുധേട്ടാ, സ്ക്രിപ്റ്റ് ഒന്നും പറയാനില്ല. സൂപ്പർ, നല്ല ത്രില്ലിംഗ് ആയിട്ടുണ്ട്. ആ പക്ഷേ എവിടേക്കോ കുറച്ചൊരു ക്ലീശ ആയില്ലേ എന്നൊരു ക്ലീഷയോ? ഉം. ഈ ക്ലീഷ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അറിയാം നിനക്ക്? അതന്നെ ക്ലീശ. അല്ല അത് പറയും. അല്ല, അർത്ഥപ്പം എല്ലാവർക്കും അറിയുന്നല്ലേ. ക്ലീശ എന്ന് പറഞ്ഞാല് അത് പിന്നെ ഞാൻ വെറുതെ ഇപ്പൊ എല്ലാരും റിവ്യൂ ഒക്കെ പറയുമ്പോഴൊക്കെ പറയില്ലേ, പടത്തിന്റെ റിവ്യൂ ഒക്കെ പറയും ഇത് ഭയങ്കര ക്ലീശയാന്നൊക്കെ, അതേപോലെ പറഞ്ഞതാ. സത്യത്തിൽ ഇതിന്റെ അർത്ഥം എന്താന്ന് എനിക്കറിയില്ല. ആ അപ്പൊ അറിയില്ല. ക്ലീഷ എന്ന് പറഞ്ഞാൽ പറഞ്ഞു പഴകിയ പ്രയോഗം, ആവർത്തന വിരസമായ രംഗങ്ങൾ, ഇതിനൊക്കെയാണ് ക്ലീഷ എന്ന് പറയുന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ വരുന്ന മലയാള സിനിമയിൽ പണ്ട് വന്നിട്ടുള്ള മലയാള സിനിമയിലെ കുറേ രംഗങ്ങൾ നമ്മളിവിടെ ആവർത്തിക്കുന്നുണ്ട്. പക്ഷെ അതാരും അറിയുന്നില്ല എന്ന് വെച്ചാൽ ശ്രദ്ധിക്കുന്നില്ല. അത്രയും മനോഹരമായിട്ട് അത് ഇവിടെ റീമേക്ക് ചെയ്യുന്നുണ്ട്, മേക്ക് ചെയ്യുന്നുണ്ട്. ആ മേക്കിങ്ങിലാണ് സംഭവം കിടക്കുന്നത്. ക്ലീഷ എന്ന് പറഞ്ഞാൽ അതിനങ്ങോട്ട് മാറ്റി നിർത്തരുത്. ആവർത്തനം ഇല്ലാത്ത ഒരു സാധനം നമ്മളെ ലൈഫിലും ഇല്ല, സിനിമയിലും ഇല്ല. ആവർത്തനം വേണം, അത് ക്ലീശ വേണം ജനങ്ങൾക്ക്, അതാണ് ഇഷ്ടം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ സംഭവത്തിനകത്ത് നമ്മുടെ മേലെ പറമ്പിൽ ആൺവീട് എന്ന് പറഞ്ഞൊരു സൂപ്പർ ഹിറ്റ് സിനിമയാണ്. ആ സിനിമയിലെ പല രംഗങ്ങളും തലതല്ലി ചിരിച്ചുള്ള സീനുകളുണ്ട്. അതുപോലത്തെ സീനുകൾ ഇപ്പോഴത്തെ ഒരു സിനിമയിൽ വന്നു കഴിഞ്ഞാലും ജനങ്ങൾ അതുപോലെ ഇരുന്ന് ആസ്വദിക്കും. പക്ഷെ നല്ല പെർഫോമൻസ്, നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാരായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ലാണ്ട് ആസ്വദിക്കും. ഇപ്പത്തെ ന്യൂ ജനറേഷൻ പിള്ളേർ എന്തെങ്കിലുമൊക്കെ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അയ്യോ അത് ഭയങ്കര ക്ലീശ എന്ന് പറയും. എന്താണ് ക്ലീശ എന്ന് പോലും ഉമ്മാർക്ക് അറിയില്ല. എന്നാ ക്ലീശ അല്ലാത്തൊരു സംഭവം ഉണ്ടാക്കാൻ പറ്റുമോ? ഇവർക്ക് അതുകൊണ്ട് പറ്റുകയില്ല. നമ്മൾ വേറൊന്നും ചിന്തിക്കണ്ട. ഈ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് രസമായിട്ട് തോന്നിയിട്ടുണ്ടല്ലോ, അതുപോലെ പ്രേക്ഷകന് രസിപ്പിക്കാൻ പറ്റുന്ന ഒരു സാധനം ചെയ്യാന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ മതി. അതിനകത്ത് വേറെ ക്ലീശ ഉണ്ടോ, ആവർത്തിക്കുന്നുണ്ടോ, ലോജിക് ഉണ്ടോ, ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? ഈ കിലുക്കം പോലുള്ള സിനിമയൊക്കെ ഇപ്പൊ ഇറങ്ങിക്കഴിഞ്ഞാൽ സൂപ്പർ ഹിറ്റ് ആയിരിക്കൂലേ. ആ അത് തന്നെ കിലുക്കം. അതിപ്പോ വന്നാലും ആ സീനുകളൊക്കെ കണ്ടാൽ ആൾക്കാർ ചിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം, ഇനി മേലാൽ ക്ലീശ എന്നുള്ള വാക്ക് ഇവിടെ മിണ്ടിപ്പോരുത്. മനസ്സിലായോ? ഇപ്പൊ എന്തായാലും ക്ലീശയായി. ഏ നിങ്ങൾ എപ്പോഴും എന്നെ ഇങ്ങനെ ചീത്ത പറയുന്നുണ്ടല്ലോ, അതിങ്ങനെ ആവർത്തനാണല്ലോ, അപ്പൊ അത് ക്ലീശയാണല്ലോ.